ഹലോ, എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. അപ്പോൾ ഇന്ന് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ പരിചയപ്പെട്ടാലോ. മീഷോയിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചത്. കുറേ നാളായിട്ട് ഇങ്ങനെ കാർട്ടിലൊക്കെ ഇട്ട് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഉപകാരപ്രദമെന്ന് തോന്നിയ കുറച്ച് സാധനങ്ങൾ നമ്മളിങ്ങ് വാങ്ങിയേ. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെയൊരു മൈക്രോ ഫൈബറിൻ്റെ ഒരു ഡസ്റ്ററാണ്. ഇത് ഒത്തിരി ഉപകാരമാണ്. നമുക്ക് മുകൾ വശത്ത് മാറാലയൊക്കെ തട്ടാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കാണെങ്കിൽ നമുക്ക് എത്ര നീളം, കുറച്ചധികം നീളത്തിൽ നമുക്കിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഒത്തിരി ഉപകാരമാണ്. കാരണം നമുക്ക് ഈ കൈയൊക്കെ എത്തി തുടയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഫാന്, അതുപോലുള്ള മുകൾ വശത്തുള്ള മാറാലയൊക്കെ തട്ടാനായിട്ട് ഇത് ഒത്തിരി ഉപകാരപ്രദമാണ്. ഇതിൻ്റെ വില ഞാൻ വാങ്ങിച്ചപ്പോൾ 124 രൂപയായിരുന്നു. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ജസ്റ്റ് ഒന്ന് മാറാൻ ചാൻസ് ഉണ്ട്. വില ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് ഉപയോഗിച്ചതിന് ശേഷം തിരിച്ച് ഇതുപോലെ തന്നെ ചെറുതാക്കി എടുത്ത് വെച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഒതുക്കി വെക്കാമല്ലോ. കാരണം ഇത്രയും ചെറുതാണെങ്കിൽ ബോക്സിൽ തന്നെ വേണമെങ്കിലും നമുക്ക് ഒതുക്കിയെടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും ഉയരത്തിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തട്ടാം. ഇതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ നല്ല റിവ്യൂ ആണ് കേട്ടോ. ഒരുപാട് പേര് നല്ല റിവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിയാലും ഞാൻ അങ്ങനെയൊക്കെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടേ വാങ്ങാറുള്ളത്. അടുത്തതായിട്ട് ഇങ്ങനെ 2 സെറാമിക്കിൻ്റെ ജാറാണ്. സത്യത്തിൽ അത് അച്ചാറിട്ട് വെക്കാൻ ഉപയോഗിക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ, എന്താണ് ഇട്ട് വെക്കേണ്ടതെന്നൊക്കെ. ഞാനിപ്പോൾ ഇത് ഉദ്ദേശിച്ച് വാങ്ങിയിരിക്കുന്നത് ഉപ്പ്. ഒരെണ്ണത്തിനകത്ത് പൊടിയുപ്പ്, ഒരെണ്ണത്തിനകത്ത് ഞാൻ ഉപ്പ് കലക്കി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ ഇത് 2 മേടിച്ചിരിക്കുന്നത്. നമുക്ക് അച്ചാറിട്ട് വെക്കാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരെണ്ണത്തിനകത്ത് ഉപ്പ് കല്ല്, ഒരെണ്ണത്തിനകത്ത് ഉപ്പ് പൊടി ഇട്ട് വെക്കാം. എയർ ടൈറ്റ് അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കേടാവുന്ന ഇപ്പോൾ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം ഇരിക്കുമെന്നൊന്നും അറിയത്തില്ല. കാരണം എയർ ടൈറ്റ് അല്ല. അപ്പോൾ ഞാനിത് ഉപ്പിട്ട് വെക്കാനാണ്. ഒത്തിരി വലിപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ വാങ്ങിയത് 263 രൂപയ്ക്കാണ്. നമുക്കൊരു 300 ഗ്രാം അത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു അളവ്, കപ്പാസിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനമാണ്. കാരണം കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്നവർക്ക് ഈ അരക്കപ്പ്, മുക്കാൽ കപ്പ്, 1 കപ്പ് എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പുതിയ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ പാചകം പരീക്ഷിക്കുകയാണെങ്കിൽ അപ്പോൾ കൃത്യ അളവിലൊക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൃത്യ അളവിലെടുത്ത് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഇത് സഹായിക്കും. ഇതിനോടൊപ്പം തന്നെ ഒരു സ്പൂൺ സെറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഈ ഒരു മെഷറിംഗ് കപ്പിനോടൊപ്പം ഒരു സ്പൂണിൻ്റെ സെറ്റും കൂടെ വരുന്നുണ്ട്. അതായത് 1 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ, അര ടീസ്പൂൺ, 1/4 ടീസ്പൂൺ അങ്ങനെയൊക്കെയുള്ള അളവുകൾ. അതായത് ഷാൻചേട്ടൻ പറയുന്നില്ല, കുക്കിംഗ് പഠിച്ച് വരുന്നവർക്ക് ടേബിൾ സ്പൂണും ടീസ്പൂണും മാറിപ്പോകല്ലെന്ന് പറയുന്നത് പോലെ അളവൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്പൂൺ സെറ്റ് ഒരുപാട് ഉപകാരപ്രദമാണ് കേട്ടോ. ഇതിൻ്റെ ഈ ചെറിയ സ്പൂൺ എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ ഈ ഒരു മെഷറിംഗ് കപ്പ്, ഈ ഒരു സ്പൂൺ സെറ്റും വാങ്ങി വളരെ ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ വില ഞാൻ വാങ്ങിയപ്പോൾ 186 രൂപയായിരുന്നേ. അടുത്തതൊരു പീലറാണ്. നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കാനായിട്ട്. എൻ്റെ കയ്യിൽ ഇത് കൂട്ടൊരെണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊറ്റ ബ്ലേഡേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലൊരു 3-4 ബ്ലേഡുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നീളത്തിൽ പീൽ ചെയ്യുന്നതും അല്ലാണ്ട് തൊലി കളയാനുള്ളതും ഡിസൈനുള്ളതും ഒക്കെ ആയിട്ട് വെറൈറ്റി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കറക്കുമ്പോൾ നമുക്കതിൻ്റെ ഓരോ ബ്ലേഡ് മാറ്റി മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു നല്ല റിവ്യൂ ഉള്ളൊരു പ്രോഡക്റ്റായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 145 രൂപയാണ്. അടുത്തതൊരു കീ ഹോൾഡറാണ്. അതായത് നമുക്ക് ഭിത്തിയിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിൻ്റെ കൂടുതൽ ചെറിയ ഫ്ലവർ പോട്ടൊക്കെ വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു കീ ഹോൾഡറിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ നമ്മൾ ഈ ചാവിയൊക്കെ രാവിലെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് വെച്ചിട്ട് തപ്പി നടന്ന് ബുദ്ധിമുട്ടാതെ ഇത് എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ കയറി വരുന്നത് നമ്മൾ അതിൽ തന്നെ സ്ഥിരമായിട്ട് അങ്ങ് തൂക്കിയിടണം. നമുക്കിങ്ങനെ തപ്പി നടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പം ഇതൊരു ഒത്തിരി ഉപകാരപ്രദമാണ്. കാരണം രാവിലെ തിരക്ക് പിടിച്ച് നമ്മൾ പോകാനൊക്കെ ഇറങ്ങുമ്പോൾ ഇതൊക്കെ തപ്പി നടക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പം കൃത്യമായിട്ട് അതിനൊരു ഓരോ സാധനങ്ങൾക്കും ഓരോ പൊസിഷനുള്ളത് നല്ലതല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. വണ്ടിയുടെയൊക്കെ കീ ഇടാം, വീടിൻ്റെ കീ ഇടാം, ഇനി അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ നമുക്കത് സ്ക്രൂ ചെയ്ത് വെക്കണമെങ്കിൽ സ്ക്രൂ ചെയ്ത് വെക്കാം. അതല്ല നമുക്ക് ഭിത്തിയിൽ ഒട്ടിക്കാനാണെങ്കിൽ ഡബിൾ സ്റ്റിക്കറൊക്കെ പുറത്ത് തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒത്തിരി വലിപ്പമൊന്നുമില്ല. എൻ്റെ ആ ഒരു കൈപ്പത്തി കഴിഞ്ഞൊരു ഇത്തിരിയുടെ വലിപ്പമൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സ്പേസ് മതി ഇത് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് 174 രൂപയാണ് കേട്ടോ. അടുത്തൊരു ലിക്വിഡ് സോപ്പ് ഡിസ്പെൻസറാണ്. അപ്പോൾ നമുക്ക് ബാത്റൂമിലോ കിച്ചണിലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കാണ്, ഗ്ലാസ് ഒന്നുമല്ല. അതൊന്നും താഴെ വീണാലും പൊട്ടത്തൊന്നുമില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് കളറുണ്ട്, വേറെ കളറുണ്ട് കേട്ടോ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 128 രൂപയാണ്. അപ്പോൾ നമുക്കിതൊക്കെ കിച്ചണിലൊക്കെ വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ കാണാനും നല്ല ഭംഗിയാണ്. 2 ഉണ്ട്. നമുക്ക് 2-ലും ഒരെണ്ണം ഹാൻഡ് വാഷും ഒരെണ്ണം ഡിഷ് വാഷറും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം.
അപ്പോൾ കിച്ചണിൽ വെക്കണമെങ്കിൽ കിച്ചണിൽ വെക്കാം, അതല്ല ടോയ്ലറ്റാണെങ്കിൽ അങ്ങനെ. അടുത്തത് ഗ്ലൗസാണ് കേട്ടോ. അപ്പോൾ ഒരു 4 പാക്കറ്റുണ്ട്. നമുക്ക് ക്ലീനിങ് ഗ്ലൗസാണ്. നമുക്ക് സോപ്പ് പൊടിയൊക്കെ അലർജി ആണെങ്കിൽ നമുക്ക് ഗ്ലൗസ് ഇട്ട്, അല്ലെങ്കിൽ ചിലർക്കൊക്കെ കയ്യിൽ പാത്രം കഴുകുമ്പോഴൊക്കെ ഈ സോപ്പൊക്കെ അലർജി ആയിട്ട് വരില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഈ ഗ്ലൗസ് ഉപയോഗിക്കാം. അപ്പോൾ എനിക്ക് ക്ലീനിങ് പർപ്പസിനും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഗ്ലൗസിൻ്റെ ആവശ്യങ്ങൾ ഇപ്പം ഗാർഡനുള്ളവർക്ക് ഗാർഡനിൽ പണിയാനും മണ്ണിലൊക്കെ പണിയാനും, പിന്നെ ജോലിയൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ മണ്ണിലൊക്കെ പണിതതിന് ശേഷം കൈയൊക്കെ വൃത്തികേടാതിരിക്കാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗാർഡൻ ക്ലീനിങ് ഒക്കെ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ്, ഇട്ടത്തൊന്നും പോലും അറിയില്ല കേട്ടോ, അത്രയും നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ 4 എണ്ണം ഉണ്ട്, 4 പാക്കറ്റാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 157 രൂപയാണ്. അടുത്തതൊരു സ്റ്റോറേജ് ബാസ്ക്കറ്റാണ്. ഒരെണ്ണമല്ല 3 എണ്ണമുണ്ട്, ഒരു സെറ്റായിട്ടാണ് വരുന്നത്. ഏറ്റവും വലുത്, അതിൻ്റെ ചെറുത്, പിന്നെ ചെറുത്, അങ്ങനെ 3 എണ്ണമുണ്ട്. നമുക്കിഷ്ടമുള്ള പോലെ കിച്ചണിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മേക്കപ്പ് കോസ്റ്റ്യൂംസൊക്കെ ഇട്ട് വെക്കാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഈ സ്റ്റോറേജ് ബാസ്ക്കറ്റുകൾ ഉപയോഗിക്കാം. ഇതിൻ്റെ പല കളറൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഡിസൈനൊക്കെ നല്ല ഭംഗിയാണ്. 3 എണ്ണമുണ്ട്. ഈ ഏറ്റവും വലുത് അത്യാവശ്യം നല്ല വിട്ടുണ്ട്, നമുക്ക് പൊടികളൊക്കെ വേണമെങ്കിൽ അടുക്കി ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 215 രൂപയാണ്. അടുത്തത് കുറേ നാളായിട്ട് ഞാൻ അതുപോലെ ആശിച്ച് മോഹിച്ചിട്ട് വില കൂടുതലാണെങ്കിലും വേണം എന്നങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനമാണ്. ഒരു നെസ്റ്റേഷ്യ പ്രോഡക്റ്റാണ്. ഇതിൻ്റെ വില 995 രൂപയാണ്. 4 കണ്ടെയ്നേഴ്സ് ഉണ്ട്. റൗണ്ടാണ് ഷേപ്പ്. ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സാണ് ഇതിൻ്റെ മെറ്റീരിയൽ. ലിഡ് പ്ലാസ്റ്റിക്കാണ്. ഫ്രീസർ സേഫാണ്. അതുപോലെ തന്നെ മൈക്രോവേവിൽ ഉപയോഗിക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നെസ്റ്റേഷ്യയുടെ എല്ലാ പ്രോഡക്റ്റും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്ന് ആഗ്രഹിച്ച് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അത്യാവശ്യം വലിയ ബൗളാണ് കേട്ടോ. 1600 ml ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഫസ്റ്റ് ഈ വലിയ ബൗള്. അതിൻ്റെ താഴേക്ക് അളവ് കൊള്ളുന്നതാണ് ബാക്കിയുള്ള ബൗൾസ്. നമുക്ക് 4 കറികൾ, ഇപ്പോൾ ചാറ് കറി, തോരൻ, അങ്ങനെ വിളമ്പി നമുക്ക് ഡിന്നർ സെറ്റായിട്ട് അങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കാം. അതെല്ലാം സ്റ്റോർ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. നമുക്ക് മൈക്രോവേവിൽ ചൂടാക്കാൻ അങ്ങനെ ഒത്തിരി ഉപകാരങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു എമൗണ്ട് കൊടുത്താലും നമുക്ക് ആ എമൗണ്ടിനുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു. കാണാനും നല്ല ഭംഗിയാണ്, നല്ല റൗണ്ട് ഷേപ്പും, അതുപോലെ തന്നെ നല്ല വെയിറ്റും ഉണ്ട് ഗ്ലാസ്സിന്. താഴേക്ക് ഇച്ചിരി സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. പിന്നെ കുറേ നല്ല റിവ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ കിടന്നത്. ഏറ്റവും ചെറിയ ഗ്ലാസ്സാണ് ഇത്. അപ്പോൾ അങ്ങനെ 4 എണ്ണം ഉണ്ട്. അങ്ങനെ ഇത്രയാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് പർച്ചേസ് ചെയ്ത സംഭവങ്ങൾ. അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ്, നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡാമേജൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ ഒന്ന്, നല്ല സാധനങ്ങളാണോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ അറിയാൻ പറ്റുമല്ലോ. ഇനി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു ഉപകാരമാകുമല്ലോ. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ എന്തായാലും വാങ്ങി ഉപയോഗിച്ച് തുടങ്ങി കഴിയുമ്പോൾ ഞാനിതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളിതൊന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ പുതിയ വീട്ടിലേക്ക് പോയിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. വിലയിലൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് വിലയിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കാം. എങ്കിലും ലിങ്ക് കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. കൊടുത്ത വിലയ്ക്കുള്ള പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.